MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരം സമനിലയോട് കൂടിയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയും എവർട്ടണുമായിരുന്നു ഇന്നലെ നടന്ന മത്സരം. ഈ മത്സരം 3-3 എന്ന സമനിലയോട് കൂടിയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഡോക്കു, എർലിംഗ് ഹാലൻഡ് എന്നിവരാണ്. ഇന്നലെ ഡോക്കുവിൻ്റെ വക 2 ഗോളുകളായിരുന്നു സിറ്റിക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഈ മത്സരത്തിൽ എവർട്ടണിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ബാരി, ഒബ്രിയൻ എന്നിവരായിരുന്നു. ഇന്നലെ ബാരിയുടെ വകയും 2 ഗോളുകളായിരുന്നു എവർട്ടണിന് വേണ്ടി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ 2 ടീമുകളും കളിച്ചിരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഗോൾ അവസരങ്ങൾ ഉണ്ടായിരുന്നത് അത് എവർട്ടണിനായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഇന്നലെ ഗോളിലേക്ക് എത്തിക്കാൻ അവർക്ക് ഇന്നലെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് സെമിന്യോ, ഡോക്കോ, ചെർക്കി, എർലിംഗ് ഹാലൻഡ്. എന്നിട്ടും അവർക്ക് ഇന്നലെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിജയിക്കാൻ അവർക്ക് ഇന്നലെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരം അവരെ ഒരു കംബാക്ക് സമനിലയാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ രണ്ടാമതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത്. 34 മത്സരങ്ങളിൽ നിന്ന് 71 പോയിന്റ് നേടിക്കൊണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എവർട്ടണിന് പ്രീമിയർ ലീഗ് ടേബിളിൽ നിൽക്കുന്നത് 35 മത്സരങ്ങളിൽ നിന്ന് 48 പോയിന്റ് നേടിക്കൊണ്ട് 10ാമതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രീമിയർ ലീഗിലെ കിരീടം ഉയർത്താൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അത് ആഴ്സണലിനാണ്. ഇപ്പോൾ ആഴ്സണലിന് 35 മത്സരങ്ങളിൽ നിന്ന് 76 പോയിന്റ് ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും ഇപ്പോൾ 5 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.